ജോഷ്ല, റഫീഖ് പറഞ്ഞിരിക്കുന്ന വലിയൊരു ആരോപണം, ഗുരുതരമായ ഒരു ആരോപണമാണ്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് IC ബാലകൃഷ്ണൻ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുവാൻ, NM വിജയന്റെ കുടുംബത്തിനും മറ്റും തിരിച്ചു കൊടുക്കുവാൻ ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച തുക ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് ഒരു വോയിസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് അഫാസ് ഹോട്ടലിൽ വെച്ച് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. 10 ലക്ഷം രൂപ ഒരു സിജോ ചാക്കോ എന്ന് പറയുന്ന ആളിൽ നിന്നും തൊഴിൽ വാഗ്ദാനം ചെയ്ത് IC ബാലകൃഷ്ണൻ വാങ്ങിച്ചു എന്നുള്ളതാണ്. അത് സിജോ ചാക്കോ തന്നെ ഞങ്ങളോട് തുറന്നു പറഞ്ഞ ഒരു കാര്യമായിരുന്നു. സിജോ ചാക്കോയുടെ വാക്കുകളടക്കം പുറത്തുവിട്ടതാണ്. അത് ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായിരുന്നു. ബാങ്ക് നിയമനത്തിന് 10 ലക്ഷം രൂപ NM വിജയന്റെ വീട്ടിൽ ചെന്ന് IC ബാലകൃഷ്ണന് ബാഗ് അടക്കം കൈമാറി. IC ബാലകൃഷ്ണൻ വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നീട് ഇതുവരെ 2018 സംഭവം നടന്നത്. എന്നാൽ ഇതുവരെ ജോലിയൊന്നും കിട്ടിയില്ല. ഈ പണത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ NM വിജയന്റെ സ്ഥലം കരാർ ആക്കി എഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റി. എന്നാൽ പിന്നീട് തങ്ങൾ അറിയാതെ ആ സ്ഥലം വിറ്റു, NM വിജയൻ വിറ്റു. എന്നാൽ IC ബാലകൃഷ്ണനോട് പണം ചോദിക്കുമ്പോൾ IC ബാലകൃഷ്ണനാണ് ഈ പണം കൊണ്ടുപോയത്. പണം ചോദിക്കുന്ന സമയത്തൊക്കെ തന്നെ NM വിജയനോട് ചോദിക്കൂ, അല്ലെങ്കിൽ NM വിജയന്റെ സ്ഥലം എഴുതി വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ആരോപണം സിജോ ചാക്കോ ഉന്നയിച്ച് 2 ദിവസത്തിനകം പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ഇത് ഡീലാക്കി എന്നുള്ള കാര്യമാണ് K റഫീഖ്, CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് ശബ്ദമാണ്, ആ ഓഡിയോ ശബ്ദമാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അഫാസ് ഹോട്ടലിൽ വെച്ച് TJ ഐസക് DCC പ്രസിഡന്റ് അഫാസ് ഹോട്ടലിലെത്തി ഈ തുക കൈമാറിയിരിക്കുന്നു, സിജോ ചാക്കോയ്ക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിലേക്ക് സിജോ ചാക്കോയുമായി ഡീൽ ഉണ്ടാക്കിയതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറയുന്നത് റഫീഖ് പറഞ്ഞ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് പിരിച്ച ഫണ്ട് അത് എത്രയെന്ന് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഈ ദുരന്ത ബാധിതരുടെ ഫണ്ടാണ് കോൺഗ്രസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ IC ബാലകൃഷ്ണനടക്കം നേരിടുന്ന, അല്ലെങ്കിൽ നേരത്തെ വാങ്ങിച്ച വായ്പകൾ, നേരത്തെ വാങ്ങിച്ച ബാങ്ക് നിയമനത്തിനടക്കം വാങ്ങിച്ച കോഴകളുടെ എല്ലാം ഉത്തരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കോഴ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക്, തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായപ്പോൾ പണം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് ഉപയോഗിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ടാണ്. ആ ഫണ്ട് എത്രയെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ഫണ്ട്, ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ടിന് കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയണം എന്നുള്ളതാണ് ഇപ്പോൾ റഫീഖ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മൃതദേഹം വിറ്റ് ജീവിക്കുന്നവരായി കോൺഗ്രസ് നേതൃത്വം മാറുകയാണ് എന്നും റഫീഖ് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ ദുരന്ത ബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി ഉപയോഗിക്കുന്ന ദുരന്ത ബാധിതരുടെ അതേ ഫണ്ട് തന്നെയാണ് കുന്നംപറ്റയിൽ ഭൂമി വാങ്ങി എന്ന് പറയുന്നത്. എന്നാൽ ഭൂമി വാങ്ങിയത് 5 കോടി രൂപ കൊടുത്താണ് 3.25 ഏക്കർ വാങ്ങിച്ചത് എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ആ 3.25 ഏക്കറിന് 5 കോടി രൂപയുണ്ടെങ്കിൽ ഒരു സെന്റിന് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതിൽ പോലും കള്ളം കളിക്കുകയാണ്. അതായത് ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട് അത് തന്നെ കള്ളം കളിച്ചുണ്ടാക്കുന്നതാണ്. ആ ഫണ്ട് തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നു. ആ കട്ട ഫണ്ടിൽ നിന്ന് വീണ്ടും കളിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുകയാണ്. കാരണം ഈ കുന്നംപറ്റയിൽ വാങ്ങിയ ഭൂമി 5 കോടി രൂപ കൊടുത്താണ് വാങ്ങിച്ചതെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. എന്നാൽ ആധാരത്തിൽ 3.21 ലക്ഷം രൂപ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ആ ആധാരം വ്യക്തമാക്കുന്നത് 3.21 ലക്ഷം രൂപയാണ് ഈ ഭൂമി വാങ്ങാനായി ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ 5 കോടിയും 3.21 കോടി രൂപയും തമ്മിൽ ഉള്ള വ്യത്യാസം എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പണം എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം കോൺഗ്രസ് വ്യക്തമാക്കണം. ദുരന്ത ബാധിതരുടെ പേര് പിരിച്ച ഫണ്ട്, ആ ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ടായി ഉപയോഗിക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, IC ബാലകൃഷ്ണൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ ഇത്തരം കോഴ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട്, അതായത് ദുരന്ത ബാധിതരുടെ ഫണ്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ കട്ട ഫണ്ട് വീണ്ടും കക്കുന്ന അവസ്ഥയിലേക്ക്, ദുരന്തബാധിതർക്ക് ഭൂമി വാങ്ങി എന്ന് പറയുന്നു, അതിൽ പോലും കള്ളം കാണിക്കുന്നു. അങ്ങനെ കട്ട ഫണ്ട് വീണ്ടും കക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് വ്യക്തമാക്കിയിരിക്കുന്നത്.
ജോഷില, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വോയിസ് നോട്ട് പുറത്തുവിടുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇവിടെ അന്വേഷിക്കാം, നിങ്ങൾക്ക് ഈ ഒരു CCTV ഫുട്ടേജ് എടുക്കാം, ലൊക്കേഷൻ പങ്കുവെക്കാം, ഇതിലൂടെ അന്വേഷിച്ചതിനൊരു കൃത്യമായ തരത്തിലുള്ള ഒരു വ്യക്തത ആ വിഷയത്തിൽ ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇതിന്റെ തുടർച്ചയായി ഈ തരത്തിലുള്ള അന്വേഷണവും കൂടി ഉണ്ടാവേണ്ടതല്ലേ? കാരണം ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ, അവിടെ ഇത്തരത്തിലൊരു ഡീല് നടന്നിട്ടുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിൽ പണം കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരണം അല്ലേ? തീർച്ചയായും തൊഴിൽ വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ വാങ്ങിയ തുക അഫാസ് ഹോട്ടലിൽ വെച്ച് കൊടുത്തു എന്നുള്ള കാര്യമാണ്. അതിനുള്ള തെളിവാണ് അല്ലെങ്കിൽ വോയിസ് നോട്ടാണ് ഇപ്പോൾ റഫീഖ് പുറത്തുവിട്ടിരിക്കുന്നത്. അഫാസ് ഹോട്ടലിൽ അന്ന് TJ ഐസക്, അതായത് DCC പ്രസിഡന്റ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ ലൊക്കേഷൻ അവിടെ ആയിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ പുറത്തുവിടാൻ TJ ഐസക് തയ്യാറാണോ എന്നാണ് റഫീഖ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് ആ ഹോട്ടലിൽ പോയിട്ടുണ്ട്, അവിടെ വെച്ചാണ് ഡീൽ നടത്തിയത്. 10 ലക്ഷം രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അതിലധികം തുക വാഗ്ദാനം ചെയ്തുകൊണ്ട് കൊടുത്തു എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ കാര്യങ്ങൾ പറയുന്ന വോയിസ് നോട്ടാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ പണം ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ദുരന്തബാധിതരുടെ ഫണ്ടിൽ നിന്നാണ് എന്നുള്ള കാര്യം മറക്കരുത്. ദുരന്തബാധിതരുടെ ഫണ്ട് എവിടെ എന്നുള്ള കാര്യം, അവർക്ക് വേണ്ടി വീട് വെക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ 3.25 ഏക്കറിൽ എങ്ങനെയാണ് 110 വീടുകൾ, മൊത്തത്തിൽ 230 വീടുകളാണ് വാഗ്ദാനം ചെയ്തത്. ആ 230 വീടുകൾ എങ്ങനെ ഈ ഒരു 3.24 ഏക്കറിൽ വെക്കും എന്നുള്ള കാര്യമടക്കം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ പ്രശ്നങ്ങളുടെ ഇടയിലാണ് അവസാനം ഭൂമി വാങ്ങാൻ അവർ തയ്യാറായിരിക്കുന്നത്. ആ ഭൂമി പോലും 3.24 ഏക്കർ മാത്രമാണ് വാങ്ങിയിരിക്കുന്നത്. ഇത്രയും കുറവ് ഏക്കർ ഭൂമിയിൽ എങ്ങനെയാണ് ഇത്രയധികം വീട് വെക്കുക എന്നുള്ള കാര്യമടക്കം വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ കെണിയിലാണ്, അല്ലെങ്കിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിന്ധൂരി.